സോഹ, സോഹയ്ക്ക് തെറ്റി. മമ്മ, സോന, സോന മോളെ, മമ്മ, മമ്മ എവിടെ ഉണ്ട് സോഹ? പപ്പയെങ്കിലും പറ, എവിടെ? മോളെ മോളെ നീ ഒന്ന് സമാധാനപ്പെടും. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കരഞ്ഞാലെങ്ങനാ? എന്റെ മോള് ആനിയുടെ സോമക്കൊന്നും പറ്റില്ല. മുത്തശ്ശി പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സന്ദർഭത്തിൽ നമ്മൾ ഗോഡിനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നു. സോഹമ്മക്ക് വേണ്ടി ഞാൻ ഗോഡിനോട് പ്രാർത്ഥിക്കാട്ടോ. സോന, സോഹയ്ക്ക് ഇല്ല ഇല്ല, നീ കരാതിരിക്കും. ഒന്നുമില്ല, ഞാനല്ലേ പറയുന്നത്, സോമക്കൊന്നും വരില്ല. എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ. എക്സ്ക്യൂസ് മീ, സോഹയുടെ പാരൻസ്? ഡോക്ടർ. ഓക്കെ മിസ് സോന, സോഹയ്ക്ക് അത്യാവശ്യമായിട്ടൊരു സർജറി വേണം. സോ ബ്ലഡ് ഈസ് നീഡഡ്. ഓക്കെ ഡോക്ടർ. സോന, നീ ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഞാനൊന്ന് നോക്കട്ടെ. മോനെ, എന്താവശ്യമുണ്ടെങ്കിലും പപ്പ. ഹലോ സ്വാതി. ഹലോ. എന്താ പറ്റി? നോക്ക്, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാം. ഹോസ്പിറ്റലോ? എന്താ പറ്റി? വേദിന്ന് ജോമോനെ പിക്ക് ചെയ്യാൻ പോയപ്പം എന്തോ ആക്സിഡൻ്റ് എന്തോ പറ്റിയെന്നൊക്കെ. ആക്സിഡൻറ്റോ? എന്താ സംഭവം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. സാഗർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഞാനും വരാം. ജോമോൻ എന്നിട്ടെന്തേ? ഇല്ല, ജോക്ക് പ്രശ്നമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാം. നീ ഇപ്പോൾ വരണ്ട, അമ്മ അവിടെ അല്ലേ. പിന്നെ അമ്മയോട് നീ ഇപ്പം ഇതൊന്നും പറയണ്ട. പിന്നെ അമ്മയ്ക്ക് അത് മതി. BP ഒക്കെ. അതൊക്കെ ഞാൻ നോക്കിയോളാം. എന്നാൽ നീ വേഗം പോക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടേ വിളിക്ക്. ശരി. സോന, ഈ ബ്ലഡ് ബാങ്കിലെ പ്രൊസീജിയറൊക്കെ കുറെ ടൈം എടുക്കുന്നാ പറയുന്നത്. പപ്പ ഇനി എന്ത് ചെയ്യും മോനെ? പപ്പ ഒരു കാര്യം ചെയ്യാം, ഡോക്ടറെ അടുത്തൊന്ന് ഇൻഫോം ചെയ്യാം. ഡോക്ടർ, ഇനി വേറെ വല്ല വഴിയും? അങ്ങനെയാണല്ലേ. എന്തായാലും നമുക്ക് സർജറി നീട്ടാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് വേണം. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാരൻറ്റിൻ്റെ അടുത്ത് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ആണെങ്കിൽ അത് നോക്കാം നമുക്ക്. സോഹയുടെ ഫാദറിൻ്റെ ഡീറ്റെയിൽ ഒന്ന് തന്നിരുന്നെങ്കിൽ. പേരെന്താ? അവളിപ്പോൾ ആരുടെ പേരായിരിക്കും പറയാൻ പോകുന്നത്? ഞാൻ വിചാരിച്ച അവർക്ക് ഒരിക്കലും എന്നെ മറന്ന് ജീവിക്കാൻ പറ്റില്ല. വേദീക്ഷ. എനിക്ക് മനസ്സിലാവും, തനിക്കിപ്പോൾ എന്നോട് 1000 ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും. പക്ഷെ അതിനൊന്നുമുള്ള നേരെ ഇപ്പില്ല. സോ മിസ്റ്റർ വേദ്, പ്ലീസ് കം. ഓക്കെ. ഇത്രയും നേരമായിട്ട് ഋത്തിക്കിൻ്റെ ഒരു കോള് പോലും ഇല്ലല്ലോ. ഇവനിതെന്താണെന്നും പറയാതെ. ഹലോ. ഹലോ ഋത്തി, നീ എന്താ അവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിക്കാഞ്ഞേ? എന്താ? അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനുമുമ്പ് നീയൊന്ന് അമ്മയെ കൂട്ടി ഹോസ്പിറ്റലിൽ വാ, സിറ്റി ഹോസ്പിറ്റൽ. എന്താ ഋത്തിക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നീയൊന്ന് വാ, ഞാൻ പറയാം. ശരി, ഇപ്പോൾ വരാം. ഇവരിതെവിടെ? എൻ്റെ മോൻ എന്തേലും? അമ്മ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. മോനെ, ഇതെന്താ ജോ? ഇതെന്താടാ? അമ്മ, സ്വാതി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മിസ് സോന, യു ഹാവ് എ ഗുഡ് ന്യൂസ്. സോഹയുടെ ഓപ്പറേഷൻ സക്സസ്ഫുള്ളാണ്. ഒരു പ്രശ്നവുമില്ല. ഇപ്പം കോൺഷ്യസ് ആയിട്ടുണ്ട്. പോയി കാണാം. മമ്മ, പപ്പ, ഞങ്ങൾ പറഞ്ഞില്ലേ മോളെ, ഒന്നും ഉണ്ടാവില്ല സോയ്ക്ക്. വാ, നമുക്ക് പോയി കാണാം. ഗ്രാൻഡ് പാ, ആശ, ഞാനിപ്പോൾ ഓക്കെയാ. ഞങ്ങൾക്കത് കേട്ടാൽ മതി മോളെ.
ഞങ്ങൾക്ക് അറിയായിരുന്നു ഞങ്ങളുടെ മോള് സുഖമായിട്ട് തിരിച്ചു വരുമെന്ന്. അശ്വമോളൊരു ഉമ്മ തന്നെ. എന്നാ മോളെ ഞങ്ങൾ പുറത്തുണ്ട്. മമ്മ മമ്മ വന്നോ? മമ്മ ഇത് നോക്ക്, പപ്പ എന്നെ ഹെൽപ്പ് ചെയ്തേ അല്ലേ? സുഹ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ മമ്മ, ഞാൻ ഓക്കെയാ. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ മമ്മയും പപ്പയും ഇല്ലേ, അപ്പം പിന്നെ ഞാൻ ഓക്കെ അല്ലേ? പിന്നെ പേഷ്യൻ്റ് കുറച്ച് നേരം കൊണ്ട് റെസ്റ്റ് ചെയ്തോട്ടെ, അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കണം. ഓക്കെ സിസ്റ്റർ. എന്നാ മോള് റെസ്റ്റ് എടുക്ക്, പപ്പ പുറത്തുണ്ടോ? ഓക്കെ പപ്പ. താങ്ക് യു. എന്തിനു? നീ ഇന്ന് ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയല്ലേ ചെയ്ത. ഇതിനപ്പം നീ താങ്ക് യു പറയേണ്ട കാര്യം എന്താ? നിൻ്റെ പപ്പയ്ക്ക് എങ്ങനെയാണ് നീ, അതുപോലെ തന്നെയാ സോഹ എനിക്ക്. ശരിയാ, ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി. പക്ഷേ ഇനി നിങ്ങളാരും വിചാരിക്കേണ്ട സോഹ എന്നെ നിന്ന് അകറ്റാണ്. താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാൻ ഇന്നിവിടെ തന്നെ അവളെ അകറ്റാനൊന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇത്ര കാലം നീ എന്നോട് പറഞ്ഞാണല്ലോ നടന്നേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 6 കൊല്ലം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല എനിക്കിങ്ങനെ ഒരു മോളുള്ള കാര്യം. അപ്പോൾ അതെന്താ എൻ്റെ തെറ്റാണോ? തൻ്റെ തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എൻ്റെ അമ്മയുടെ തെറ്റായിരിക്കല്ലേ? താനൊന്ന് മനസ്സിലാക്ക്. ഞാൻ ഇവിടെ നിന്ന് സോന പ്ലീസ്, എനിക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. വെയിറ്റ് ഒരു മിനിറ്റ്, എനിക്ക് പറയാനുള്ള താൻ കേൾക്ക്. ഞാൻ അബ്രോഡ് പോയതിന് ശേഷം അറിഞ്ഞ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. പിന്നെ ഞാൻ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ തന്നെ നമ്പർ. അപ്പോൾ നമ്പർ കിട്ടില്ലെങ്കിൽ നീ വിളിക്കില്ല. സോന, നീ ചെയ്തത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ ചെയ്താൽ മാത്രമേ കുറ്റമുള്ളൂ, താൻ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? സോയ്ക്ക് അറ്റ്ലീസ്റ്റ് സോയുടെ പപ്പയുടെ ഫോട്ടോ എങ്കിലും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. താനും ജോയെ താനെന്താ പഠിപ്പിച്ചേ? ജോ നിന്നെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ അമ്മയെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. അതാണോ താൻ പഠിപ്പിച്ചത്? എല്ലാം എൻ്റെ കുറ്റം, ഞാൻ സമ്മതിച്ചു. പോരെ. താൻ എങ്ങോട്ടേ പോകുന്നത്? എനിക്ക് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം. ഓക്കെ ഫൈൻ, ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ ഫൈൻ. ഞാൻ ജോയുടെ കാര്യം പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നിങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ നീ എന്നോട് പറയുമായിരുന്നു സോഹ എൻ്റെ മോളാണ്. ഓഫ് കോഴ്സ്, ഞാൻ ഇന്നലെ ജിതിനായിട്ട് ഡിസ്കഷൻ. ഓ കമോൺ, ജതിൻ ആരാ? ഓ, തനിക്ക് എന്താ അറിയണ്ടേ? ഞാൻ ജിതിനുള്ള ബന്ധമാണോ? താൻ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധം ഞങ്ങൾക്കിടയിലില്ല. ഹീസ് ജസ്റ്റ് എ ഫ്രണ്ട് ടു മീ ആൻഡ് മോറോവർ ഹീസ് ലൈക്ക് എ ബ്രദർ. താൻ ഇങ്ങനെയാ ചോദിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റോസി തൻ്റെ ആരാ? ആ, നീ അത് ഇതുവരെ വിട്ടില്ലേ? ഞാൻ റോസിക്ക് ആരാന്ന്, റോസി എനിക്ക് ആരാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിലോ? അല്ലെങ്കിൽ പിന്നെ സോന വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഓ, ഇനി എന്നെ പറ്റി കുറ്റം പറയാനേക്ക്. കുഞ്ഞിനെ നന്നായിട്ട് നോക്കാൻ അറിയില്ല എന്നൊക്കെ. സോന ജഷട്ട. മോനെ സോമൊക്കെത്താ, ഞാനൊന്ന് കണ്ടോട്ടെ എൻ്റെ കുഞ്ഞിനെ. ഞാൻ അമ്മ ചെല്ലേ, പോയി കണ്ടോ? മുത്തശ്ശിയല്ലേ, മമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കിയതെന്താ പറ്റിയ? ഒന്നുമില്ല മുത്തശ്ശി, എല്ലാ പ്രശ്നവും മാറി. ഇനി മോളെങ്ങും പോയില്ല, മുത്തശ്ശിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ജോ, നീ ഒന്നിങ്ങ് വന്നേ. സോന, പ്ലീസ്, എനിക്ക് തന്നോട് കാര്യം പറയാനുണ്ട്. എന്താ? സോയെ പോലെയല്ല ജോ, ഹീസ് വെരി സെൻസിറ്റീവ്. എനിക്ക് എൻ്റെ മോനെ അറിയാം. ഓ, തൻ്റെത് മാത്രമല്ലേ? സോന, താൻ എന്താ വെച്ചാൽ കാണിക്കും? ജോ, ഇത് എൻ്റെ ആൻറ്റി ഒന്നുമല്ല. പപ്പ പറയുന്ന മോൻ കേൾക്കണം. നീയല്ലേ നിന്റെ മമ്മയെ കാണാൻ ഇത്രയും കൊതിച്ചിരുന്നു. സോന, നിന്റെ മമ്മ
ജോ, പപ്പ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്നിട്ടെന്താ മമ്മേനെ കണ്ടപ്പോ ഇന്നുവരെ എന്നോട് പറയാഞ്ഞ ഞാൻ മമ്മയുടെ മോനാണ്. മുത്തശ്ശിക്ക് പപ്പ എന്തിഷ്ടാ. മമ്മ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. മമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. ജോ മോനെ അങ്ങനെയൊന്നുമില്ല. വേദ് കണ്ടില്ല. ജോ, പപ്പ പറയുന്ന മോൻ കേൾക്ക്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാരണം പപ്പ എനിക്ക് മുത്തശ്ശിയെ കാണണം. ജോ ജോ വേദിപ്പ് എന്തായി? ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. താനെന്താ മര്യാദ കേൾക്കും, ഞാൻ സെറ്റാക്കാം. മുത്തശ്ശി ആ ജോമോനെ, മോൻ വന്നേ. ഇതാരാ നോക്ക്. മുത്തശ്ശി ഇതാരാ? ജോമോനെ ഇതാരെന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായല്ലോ. ഇത് നമ്മുടെ കുഞ്ഞനിയത്തിയ. എന്താ നീട്ടിയോ? എനിക്ക് അനിയത്തിയൊന്നുമില്ലല്ലോ. ജോ ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ അനിയത്തി തന്നെയാ. പപ്പ ചേട്ടനൊന്നും പറഞ്ഞു തന്നില്ലേ? എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ല. മുത്തശ്ശി എനിക്ക് വീട്ടിൽ പോണം. ജോ മോനെ നീ നിക്കടാ. മുത്തശ്ശി ചേട്ടനെന്താ എന്നോട് മിണ്ടാത്തേ? അങ്ങനെയൊന്നുമില്ല മോളെ. മോള് റെസ്റ്റ് എടുക്കാം. മുത്തശ്ശി പോയി വരാം. വേദ് എന്താ ഇത്? അമ്മ അവന് കുറച്ച് ടൈം കൊടുക്കാം. ഋത്തിക്ക്, നീ ഒരു കാര്യം ചെയ്യും, മോനെ കൂട്ടി വീട്ടിൽ പോക്കോ. സ്വാതി അവനെ നോക്കിയോണേ. ആ ഏട്ടാ. ശരി എന്നാ. ജോ മോൻ എന്താ കഴിക്കാൻ വേണ്ടേ? മേമേ എനിക്കിപ്പോ ഒന്നും വേണ്ട. ജോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോനെ? നമുക്കൊരു ഐസ്ക്രീം വാങ്ങിയാലോ? എനിക്കൊരു ഐസ്ക്രീമും വേണ്ട. ജോ ഇങ്ങനെ വാശി പിടിക്കാതെ മോനെ. എന്നാ വാ, നമുക്കൊരു മന്തി അടിക്കാം. ഓ ഈ നേരത്തെ അവൻ്റെ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക. മോനെ വാ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. മേമ എനിക്ക് ശരിക്കും വേണ്ട. എനിക്ക് വീട്ടിൽ പോയാൽ മതി. എന്നാ ഓക്കെ. നമുക്ക് വീട്ടിൽ പോവാം. ജോ നിക്ക് മോനെ. നീ അങ്ങോട്ട് ചെല്ല്. ഞാൻ പോയി നോക്കിയിട്ട്. ജോ മേമ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട പ്ലീസ്. എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണം. ജോ മോനെ ഞാൻ കുറച്ച് കാര്യം പറയട്ടെ. മോനൊന്ന് മനസ്സിലാക്കുക. മോനറിയോ മോനും അമ്മ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാ മോൻ്റെ അടുത്തെത്തിയേ. എന്നാച്ചാ മോൻ എല്ലാ കഥയും മേമ പറഞ്ഞുതരാം. ഓക്കെ? മേമ എനിക്ക് സ്റ്റോറി പറഞ്ഞുതരുമോ? അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. മോൻ മേമയുടെ കൂടെ കിടന്നുറങ്ങണം. ഓക്കെ? ഡീൽ? വാ. മേമ എനിക്ക് മമ്മയുടെ കൂടെ ഒറ്റയ്ക്കോ പപ്പയുടെ കൂടെ ഒറ്റയ്ക്കോ നിൽക്കണ്ട. എനിക്ക് രണ്ടുപേരും വേണം. മമ്മ ഇവിടെ വന്ന് നിന്നില്ലെങ്കിൽ ഞാൻ പോവില്ല. എന്നാ മേമ മോനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. എന്താ ഐഡിയ? മേമ പറഞ്ഞുതരാം. മോൻ അതുപോലെ ചെയ്താൽ മതി. മോനൊരു കാര്യം ചെയ്യും. മോൻ പപ്പയോട് പറ മമ്മയും സൂഹി ഇവിടെ പപ്പയുടെ കൂടെ വന്ന് നിൽക്കുന്നവരെ മോൻ മമ്മയോട് മിണ്ടൂലെന്ന്. പക്ഷെ മേമ ഇത് കേൾക്കുമോ? നീ പറഞ്ഞു നോക്ക്. പറഞ്ഞു നോക്കാം. താങ്ക് യു മേമേ. ഐ എം സോറി ചേച്ചി. പക്ഷെ നിങ്ങൾ ഒരിക്കലും പിരിയേണ്ടവരല്ല. ഉറങ്ങിയോ? ആ ഉറങ്ങി. ജോ എണീറ്റ്. പപ്പ ഇത്രയും നേരത്തെ എന്തിനാ അങ്ങോട്ടേ വന്നേ? പിന്നെ എൻ്റെ മോനെ വിളിക്കാൻ ഞാനല്ലാതെ വേറെ ആരാ വരിക? പപ്പ എന്നോട് മിണ്ടണ്ട. മോനെ, നീ എന്താ മമ്മയുടെ അടുത്ത് മിണ്ടാത്തെ?
മമ്മയോട് മിണ്ടാം. പകരം മമ്മ ഇവിടെ വന്ന് നിൽക്കണം പപ്പയുടെ കൂടെ. പപ്പ, എനിക്ക് പപ്പയുടെ മമ്മയുടെ കൂടെ നിൽക്കണം. സുഹമോളുടെ പപ്പ പറഞ്ഞാൽ മമ്മ കേൾക്കും. മമ്മ ഇങ്ങോട്ട് കൊണ്ടുപോവാ പപ്പ. ഇവിടെ മുത്തശ്ശിയും മേമയും പാപ്പനും മമ്മയും സുഹമോളും നമ്മളെല്ലാവരും നല്ല രസമായിരിക്കും. നിന്റെ ആഗ്രഹം നടക്കട്ടെ. നീ തന്നെ നിന്റെ മമ്മയോട് പറ. വാ, ക്ലാസ്സിൽ പോകണ്ടെന്നോ? പപ്പ, ഇന്ന് ഞാൻ ക്ലാസ് ലീവ് എടുക്കുക. ജോ മോനെ, വന്നേ നീ വാ. സോഹ, ജോ ചേട്ടാ. ജോ, ജോ നിങ്ങൾ വാ. എന്താ പപ്പ? മമ്മ നിന്നെ കാണാൻ വന്നേ. ജോമോൻ്റെ അടുത്ത് മമ്മ എത്ര സോറി പറഞ്ഞു. ജോമോൻ എന്താ മമ്മയുടെ മിണ്ടാത്തെ? പപ്പ, ഞാൻ മമ്മയോട് മിണ്ടാം. പക്ഷെ എനിക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രം. ഇത്രയും കാലം മമ്മ എൻ്റെ കൂടെ ജീവിച്ചില്ലല്ലോ. ഇനിയെങ്കിലും മമ്മ എൻ്റെ ഒപ്പം വേണം. അതിനെന്താ, മമ്മയുടെ കൂടെ വാ. എനിക്ക് മമ്മയുടെ കൂടെ മാത്രമല്ല, പപ്പയുടെയും മമ്മയുടെയും സുഹമോളുടെയും കൂടെ. ജോ വാശി പിടിക്കാതെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇതില്ലെങ്കിൽ പിന്നെ ഞാൻ മമ്മയോട് മിണ്ടില്ല. മമ്മ പ്ലീസ്, ചേട്ടൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കും പപ്പയുടെയും കൂടെ നിൽക്കണം. പ്ലീസ് പപ്പ. പ്ലീസ് മമ്മ, സമ്മതിക്ക്. പപ്പ പ്ലീസ്. പ്ലീസ് മമ്മ, മമ്മ പ്ലീസ്. ശരി. യേ I love you, Mama. You are the best mom in the world. സുഹമോളെ, നമ്മളിനി ഒരു വീട്ടിലാണല്ലോ. യേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പപ്പ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജോ വാശി പിടിക്കുക. പിന്നെ എനിക്ക് സമ്മതിക്കല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അതിനിപ്പോൾ എന്താ, അവൻ്റെ സന്തോഷമല്ലേ മോളെ നമുക്കും വലുത്. ഇനിയിപ്പോൾ നിങ്ങളെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? മോൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. സോന മോളെ, നിനക്ക് നിൻ്റെ പപ്പ എന്തോരം ഇഷ്ടമാണ്. അതുപോലെ തന്നെയല്ലേ സോഹമോക്കും. പിന്നെ അവൻ്റെ ഒരു നല്ല അച്ഛനാന്നുള്ള കാര്യത്തിൽ നിനക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ, നിങ്ങൾ എൻ്റെ മമ്മയാണോ അതോ അവൻ്റെ മമ്മയാണോ? അയ്യടി, നീ ഇങ്ങനെ തന്നെയല്ലേ. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നീ എൻ്റെ ഭാഗത്താണോ? നിൻ്റെ പപ്പയുടെ ഭാഗത്തല്ല നിൽക്കാറ്. പിന്നെ എന്താ, ഇനി ഒന്നും ആലോചിക്കാനില്ല. സന്തോഷം, നിങ്ങളെന്തോന്നും പറയാത്തെ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ എല്ലാവരും സന്തോഷം എനിക്കും വലുത്. സോന, മക്കൾക്ക് സന്തോഷമാണെങ്കിൽ നീ ഹാപ്പി ആണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെന്താ മോളെ, ഞങ്ങൾക്കത് മതി. ഈ നേരത്തെ ഇതപ്പാരാ? ഓ, രണ്ടുപേര് പിന്നെ എണീക്കില്ലല്ലോ. ഇവിടെ ഒരു വേലക്കാരി ഉണ്ടല്ലോ, അവർ വന്ന് അത് തുറക്കുമായിരിക്കും. ഇതെപ്പോഴുണ്ടായേ? മോനോ, ഇതെന്താ ഈ നേരത്തെ ഇവിടെ? അത് മമ്മ, എനിക്ക് സോനയോടൊന്ന് സംസാരിക്കണം. ആ, മോൻ വാ, കയറിയിരിക്കും. ആ, വേദമോനോ, ഇരിക്കും. പപ്പയോട് എന്താ പറയണ്ടെന്ന് എനിക്ക്. മോനെ, എനിക്ക് മനസ്സിലാവും. എനിക്ക് വേറൊന്നും വേണ്ട. എൻ്റെ സോനമോള് മര്യാദയ്ക്ക് സന്തോഷത്തോടെ ജീവിച്ചാൽ അത് മതി. പിന്നെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ മക്കളാണ്. അപ്പോൾ അവരെ ഹാപ്പി ആയിട്ട് നിർത്താം. വേറെ ഒന്നും പപ്പയ്ക്ക് പറയാനില്ല. അതിനെല്ലാം നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. പപ്പായിനോ ഒരു പ്രാവശ്യം ഞാൻ പപ്പയുടെ ട്രസ്റ്റ് ഇല്ലാതാക്കിയ. ബട്ട് ഗിവ് മി എ ചാൻസ്, ഐ പ്രോമിസ്. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പപ്പ. പപ്പ, ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നതാ. അതല്ലോ, സോമോളെല്ലാം പാക്ക് ചെയ്തോ? ഓ, എല്ലാം പാക്ക് ചെയ്തു. എന്നാ നടന്നോ. പപ്പ, മമ്മ, ഞങ്ങളങ്ങോട്ട്. ആ മക്കളെ, പോയി വാ. പപ്പ, മമ്മ, പോയി വരാം. ആ മോളെ, പോയി വാ. ഗ്രാൻഡ്മ, ആശ, ഐ ബി മിസ് യു. നിങ്ങളെന്നെ കാണാൻ അങ്ങോട്ട് വരില്ലേ? ഓവേ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം. ഇപ്പം നീ ചെല്ലേ. ബൈ. ബൈ.
മമ്മ ഞാൻ ഫ്രണ്ടിലിരിക്കില്ല, മമ്മയും പപ്പയും ഫ്രണ്ടിലിരിക്കുക. എൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പയും മമ്മയും ഫ്രണ്ട് സീറ്റിലാണല്ലോ ഇരിക്കല്, അവളാ ബാക്കിലിരിക്കല്, അതുകൊണ്ട് ഞാനും ബാക്കിലാണ്. സോഹ, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ കയറിയിരിക്കും. അതിന് മമ്മ എന്തിനാ ചൂടാവുന്നേ? പപ്പ നീ പേടിക്കണ്ടടാ മോനെ, നിന്റെ മമ്മ ഇങ്ങനെ പുറത്ത് കാണാൻ മാത്രമേ ദേഷ്യമുള്ളൂ. ഇതൊക്കെ പപ്പ ശരിയായിക്കോളാം. താൻ ശരിയാ പറഞ്ഞു, വാ, ഞാൻ തരുന്നുണ്ട്. പോവാം പോവാം. ആ സ്വാതി, ഇത് അവരെത്തി. ആ അമ്മേ, എന്താ വരുന്നു? ഒന്ന് നിന്നേ. സോഹമോൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേ വരുന്നത്?